ഇന്ന് നമുക്ക് CPOയ്ക്കും WCPയ്ക്കും ഉള്ള 100 മീറ്ററിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെ ചെയ്യാം, അതിലെങ്ങനെ നമുക്ക് സ്റ്റാർട്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് 1 സെക്കൻഡ് 2 സെക്കൻഡ് വരെ ലാഭിക്കാൻ പറ്റുന്നതാണ്. അതിപ്പോൾ നമുക്ക് എങ്ങനെ അതിൽ കുറച്ച് ട്രിക്കുകളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ സ്റ്റാൻഡിങ് സ്റ്റാർട്ട് ആണ് നോക്കുന്നത്. ഈ ഒരു സ്റ്റാൻഡിങ് സ്റ്റാർട്ടിൽ നമ്മുടെ ബോഡി എപ്പോഴും നമ്മുടെ ലൈനിൽ അകത്തേക്ക് ഇടാൻ ശ്രമിക്കുക. അതായത് ഞാനിപ്പോൾ ഈ ചെയ്യുന്നത് എങ്ങനെ പോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈ ബാക്കിലോട്ട് ക്ലിയർ ആക്കി ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും ചെറുതായിരിക്കണം. നമ്മുടെ വെക്കുന്ന സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ ഒരു 10 മീറ്റർ വരെ നമ്മൾ 100 ഓടുന്ന സമയത്ത് 10 മീറ്റർ വരെ മാക്സിമം നമ്മളൊരു ലീനിങ് പൊസിഷൻ, അതായത് കുറച്ച് പൂർണ്ണമായിട്ട് പൊങ്ങി വരാത്ത, അതിനുശേഷം ഗ്രാജുവലിയാണ് നമ്മൾ പൊങ്ങി വരുന്നത്. അതൊരു 10 മീറ്റർ വരെ തന്നെ എന്ത് ചെയ്യണം, പതുക്കെ ഒരു ചെറിയ സ്റ്റെപ്പ്, ഒരു നാച്ചുറൽ ഫീലിംഗ്. അത് ഞാൻ ഇവിടെ കാണിക്കുന്നത് നോക്കിക്കൊള്ളാം. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം, നമ്മുടെ ബോഡി വെയ്റ്റിനെ എപ്പോഴും നമ്മുടെ ഫ്രണ്ടിലോട്ട് ഇടുക. അതായത് ഇതേ കണക്ക് എങ്കിൽ മാത്രമേ നമ്മൾ ഫിസിലടിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി വെയിറ്റ് ഇല്ലെങ്കിൽ ബാക്കിലോട്ട് ഇതാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ നാച്ചുറലായിട്ട് നമ്മുടെ ആ ഒരു 1-2 സെക്കൻഡ് നമുക്ക് മിസ്സാവും. ഇനി നമുക്ക് രണ്ടാമത് നോക്കണം നമ്മുടെ പവർ ലക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പവർ ലക്ക് എപ്പോഴും നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മുടെ പവർ ലക്ക് ഫസ്റ്റിൽ വെക്കുക. അതിനുശേഷം നമ്മുടെ പവർ ഇല്ലാത്ത ലെക്കിനെ ബാക്കിൽ വെക്കുക. എന്നതിന് ശേഷം നമ്മളൊരു സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മളൊരു റെഡി, ഇപ്പോൾ യഥാർത്ഥമായിട്ട് CPOയ്ക്കും WCPയ്ക്കും റെഡി ഗോ ആയിരിക്കും. അപ്പോൾ ആ റെഡി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മനസ്സിൽ എണ്ണുക 1, 2, 3, മൂന്നാമത്തേന് ഫിസിലായിരിക്കും. ഇതാണ് ഏറ്റവും വലിയൊരു കാര്യം. റെഡി 1, 2, അപ്പോൾ അടുത്ത ഫിസിൽ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് വളരെ റിയാക്ഷൻ ടൈം കിട്ടും. അപ്പോൾ ഓക്കെ, ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മളെ ഫോളോ ചെയ്യുക. ഓക്കെ.